ഹലോ ഗൈസ്, കുറെ നാളായിട്ട് മകൾ ഒരു കുഞ്ഞു പൂതി ഏറ്റവും സിമ്പിൾ ആയിട്ട് നടത്തി കൊടുക്കാൻ പോവാണ്. ആദ്യം നമ്മൾ ഉമ്മാനെ കൂട്ടിയിട്ട് നിലമ്പൂര് പോവാണ്. ആദ്യം പഠിത്തം, പിന്നെ കണ്ടുപിടുത്തുന്ന എന്റെ അഞ്ചിന്റെ സ്റ്റാൻഡ്. ട്രെയിൻ വന്നതുപോലെ അറിഞ്ഞിട്ടില്ല, അത്രയും കോൺസെൻട്രേഷനിലാണ്. എന്റെ വീഡിയോ യൂട്യൂബിൽ വന്നാൽ എന്റെ ഫോണിന് കത്തിക്കും. അതായിരുന്നു വല്യമ്മയുടെ ഭീഷണി. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സമയം പാലക്കാടിന്റെ ഹരിതഭംഗി ആസ്വദിച്ചിരുന്ന്. ഉമ്മക്ക് ഇഞ്ചി മുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. അതും മേടിച്ച് 2 കടി കടിച്ചപ്പോ നിലമ്പൂരെത്തി. ഷൊർണൂരിനും നിലമ്പൂർക്ക് 1.5 മണിക്കൂർ യാത്ര ഉള്ളൂ. ഈ ട്രിപ്പിന്റെ ഫുൾ പ്ലാനിങ് എന്റെ വകയായിരുന്നു. അതുകൊണ്ട് എന്താ മ്യൂസിയം തുറന്നതിന്റെ 1 മണിക്കൂർ നമ്മളോട് ഹാജരായി. വെല്ലിമാന്റെ മതി നല്ല ആട്ടായിട്ടുണ്ടായിരുന്നു. അന്നേയും വിശ്വസിച്ച് പോകുന്ന ഞങ്ങളെ വേണം പറയാം എന്നും പറഞ്ഞ വെല്ലിമനെ പിടിച്ച് നല്ല ആട്ടി. ഇത് കേട്ട് എന്റെ അഞ്ചിന് ഭയങ്കര പൊലിവായി. 19 രൂപ ടിക്കറ്റിനായത്. ഈ കാണുന്നതാണ് മ്യൂസിയത്തിന്റെ എൻട്രി. ഉള്ളിക്കരപ്പ് ഫുള്ള് മരങ്ങളാണ്. തേക്കും തേക്കിന്റെ കുടുംബക്കാരും മൊത്തം ഇവിടെ ഉണ്ട്. എന്റെ അഞ്ചമ്മക്ക് ക്ലാസ് ഒക്കെ എടുത്തു കൊടുക്കണേ. തേക്കിന്റെ പ്രായം എങ്ങനെ ഉണ്ടെന്ന് എന്റെ അമ്മക്ക് കാണിച്ചു കൊടുക്കാണ്. ടിപ്പുന്റെ കാലത്തുള്ള ഗണ്ണും സാമഗ്രികളുമാണിത്. വെല്ലിമ്മക്ക് ഇത് കണ്ടപ്പോ നൊക്ലാച്ചി അടിച്ചുത്രേ. ഇതൊക്കെ വെല്ലിമ്മക്ക് എവിടെ കണ്ട് പരിചയമുണ്ടെന്ന് എന്നോട് പറഞ്ഞത്. തൊട്ടടുത്തുള്ള ഗാർഡനിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ഇതൊക്കെ കണ്ടപ്പോ എന്റെ അമ്മമാടി ഇമ്മാടി സമാധാനം പോവുക ചെയ്തത്. ഓൽക്കിപ്പോ ഈ കാണുന്ന ചെടികളുടെ മൊത്തം കഷ്ണം കിട്ടണം. എന്നിട്ട് ഇത് വീട്ടിൽ കൊണ്ടതിന് ശേഷം ഓല മറക്കും. എന്നിട്ട് ഇത് കേടെടുത്ത് കളയും വേണം. ഇന്നലെ ഓൽക്കൊരു സമാധാനമാവുള്ളൂ. പണ്ട് കാലത്തെ ഡോക്ടർമാരുമായിരുന്നാണ് നമ്മൾ കാണാൻ പോണത്. പല ഒറ്റമൂലികളും പല നിറത്തിലും പല രൂപത്തിലും ഇവിടെ ഉണ്ട്. ഇത് പഞ്ചാരക്കുള്ള മരുന്നാണ്. ഇതുകൊണ്ട് ഇപ്പൊ സ്വഭാവത്തിലുള്ള പഞ്ചാര മാറ്റാൻ പറ്റുന്നത് എനിക്ക് തോന്നണേ ഇല്ല. വേർപ്പ് നാറ്റത്തിലുള്ള മരുന്നാണിത്. ഇത് കഴിച്ച് കുളിക്കാതിരുന്ന നാറ്റം പോകലട്ടോ, അതിന് അപ്പളേ പറയാം. പച്ച പുല്ലൊക്കെ വിരിച്ച് ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ ചങ്ങായിണ്ട്. ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. വെല്ലുമ്മയും എന്റെ ഒപ്പം വന്നില്ല, കാരണം അവർക്ക് സ്റ്റെപ്പ് വരാൻ വയ്യ. അടിന്ന് കാണുമ്പോൾ വലിയ രസമില്ല, മോളിൽ കാണുമ്പോൾ ഇഷ്ടം. ഓലെ കുട്ടി മോളിൽ വന്നിട്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഓൾക്ക് നടക്കാൻ വയ്ക്കില്ല. അപ്പൊ ഇത് കണ്ടപ്പോൾ വെല്ലുമ്മയുടെ മനസ്സിലൊരു പൂതി ഉണ്ടായിരുന്നു. വീട്ടിൽ ഇതേപോലത്തെ ഒന്ന് വേണം പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കും വേണമെന്നുണ്ട്. പുറത്തിറങ്ങി അപ്പൊ തന്നെ തലശ്ശേരി ബിരിയാണി കഴിച്ച് നമ്മൾ പോവാണ്. കുറച്ച് റിച്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഓട്ടൊക്കെ വിളിച്ചിട്ട് നമ്മൾ പോണത്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപ്പോ എനിക്ക് ആദ്യം കാണാൻ പറ്റിയത് പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസുകളാണ്. ആകെ മൊത്തത്തിൽ അലമ്പായിക്കണേ. എന്റെ മോനെ ഇവിടുന്ന് കുറെ നടക്കാണ്ട്. നമുക്ക് കുറേയില്ല, പക്ഷെ വല്യമ്മ കുറെ നടക്കണ്ടായിരുന്നു. വല്യമ്മ എന്നെ പിടിച്ച് പിന്നെ ആട്ടി. ഇന്ത്യൻ ചിങ്കണി ഭയങ്കര ഇഷ്ടവും ചെയ്ത്. ഓൻ ചിരിച്ചു ചത്ത്. നടന്ന അവസാനം ബോട്ട് കണ്ട്. അപ്പതിന് വല്യമ്മ അകത്ത് നടന്നുപോയി. എന്നാലും എന്റെ അമ്മ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് ബോട്ടിൽ കയറി. ബോട്ട് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എങ്ങായിമാരും എല്ലാം തോന്നി ഭയങ്കര രസമായിരുന്നു. വലിച്ചു കളിച്ച് നമ്മൾ അപ്പുറത്തെത്തി. അപ്പത്തിന് വല്യമ്മയുടെ ചോദ്യം, മക്കളെ തിരിച്ചു പോവല്ലേ, എന്നെ കൊണ്ട് നീ നടക്കാൻ കഴിയൂലടാ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കാണ് വന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ വാഴയായിട്ടാണ് തിരിച്ചു പോണത്. ഇന്നെ കളിയാക്കി ചിരിച്ചിട്ട് അഞ്ച് ഭയങ്കര ക്ഷീണത്തിലായി. ഇന്നെ കുട്ടി എവിടേക്കൊക്കെ പോകണമെന്നുള്ള ഉമ്മാന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്ത്. ശരി ഗായ്സ്, ബൈ ബൈ.